പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് തിരുവെഴുത്തുകളെ ചിന്തിപ്പാൻ, തിരുവെഴുത്തുകളെ ആധികാരികമായി സമാഗമന കൂടാരത്തിൻ്റെ നിഴലും പൊരുളും നമുക്ക് ധ്യാനിപ്പാൻ ദൈവം തന്ന അവസരത്തിന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകൾ ഒക്കെ നിങ്ങൾ ഇതിൻ്റെ മുമ്പുള്ള സന്ദേശങ്ങൾ കണ്ട് അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്ഥിരമായി ഇത് കാണുകയും അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുകയും ദൈവവചന പരിജ്ഞാനം പ്രാപിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വീണ്ടും എന്നും ഓർപ്പിക്കുന്ന അതേ പല്ലവി, അതേ പദം വീണ്ടും ഉപയോഗിക്കുന്നു. നിങ്ങൾ പ്രിയപ്പെട്ടവർ വളരെ ശാന്തമായി, വളരെ ഏകാഗ്രമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിനകത്ത് വെച്ച് മാത്രമേ ഈ സന്ദേശം ശ്രവിക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് വളരെ ശാന്തമായ, സൈലൻ്റായ, നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുവാൻ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഇത് പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഇത് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവിൻ്റെ ഒരു പരിവർത്തനം, ആത്മപരിവർത്തനം, ദൈവാത്മാവ് അത് വ്യക്തമായി നിങ്ങളെ ഗ്രഹിപ്പിക്കണമെങ്കിൽ ഒന്ന് ഏകാഗ്ര, രണ്ട് ഹൃദയപൂർവ്വമായ പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ചില ആഴ്ചവട്ടങ്ങളായി ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കായി സ്തോത്രം. ഇതിലൂടെ ഞങ്ങളുടെ അന്തരാത്മാവിൽ ഒരു ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ, വെളിപ്പാടിൻ്റെ ദൃഷ്ടിയെ ഞങ്ങളുടെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ കൊണ്ട് തെറ്റിപ്പോകുന്നുവെന്ന് തിരുവെഴുത്തിലൂടെ യേശു ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ആകയാൽ ഞങ്ങൾ തിരുവെഴുത്തുകൾ എന്ത് എന്ന് തിരിച്ചറിയുകയും ദൈവശക്തിയെ ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടതിന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഞങ്ങൾ കേൾക്കുന്ന തിരുവചനങ്ങൾ കേൾവിക്കാരുടെ ഹൃദയങ്ങളെ നിർമ്മലീകരിക്കേണ്ടതിന്, കേൾവിക്കാരുടെ ഹൃദയങ്ങളെ ക്രിസ്തുവുമായി ചേർത്ത് നിർത്തേണ്ടതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആദിയോടന്തം ദൈവകൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തും. കേൾക്കുന്നവർക്ക് ഏറെ പ്രയോജനം ഉണ്ടാകുവാൻ, കേൾപ്പിക്കുന്നവർക്ക് ഏറെ ആത്മീയവൃത്തി ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും, ബലപ്പെടുത്തും. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ ഈ യാഗപീഠത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. യാഗപീഠത്തിൻ്റെ തണ്ടുകൾ, യാഗപീഠത്തിൻ്റെ കൊമ്പ്, യാഗപീഠം എന്താണ് യാഗപീഠം, യാഗപീഠത്തിൻ്റെ കൊമ്പ് അതിൻ്റെ ഉദ്ദേശം എന്താണ്, യാഗപീഠത്തിൻ്റെ തണ്ടിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ആത്മീയാർത്ഥം എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് ആ യാഗപീഠത്തിൻ്റെ ചില ഉപകരണങ്ങളും ചില അത്യാവശ്യ സംഗതികളെ, അതിൻ്റെ ഉപയോഗ രീതികൾ, അതിന് കൊടുത്തിരിക്കുന്നവയൊക്കെ നമുക്ക് ചിന്തിച്ചു വരാം. ഇതിൽ ഏറിയ ഉപകരണങ്ങളുണ്ട്. കിണ്ണങ്ങൾ, അതുപോലെ അതിൻ്റെ ചാരം വാരുന്ന പാത്രങ്ങൾ, അവയൊക്കെ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എങ്കിലും നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത് നമ്മുടെ ആത്മീക അഭിവൃദ്ധിക്ക് ആവശ്യമായ ചില കാര്യങ്ങളെ നമ്മളിതിനകത്തുനിന്ന് ചിന്തിക്കും. അതിനായിട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇതിലെ ഈ യാഗപീഠത്തിൽ യാഗവസ്തുക്കളെ ശരിയായ നിലയിൽ അത് ദഹിപ്പിക്കേണ്ടതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിൻ്റെ പേര് മുൾക്കൊളുത്തെന്നാണ്. പുറപ്പാട് പുസ്തകം 27:3 വായിച്ചാൽ, പുറപ്പാട് പുസ്തകം 27:3 വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ധാരാളം ഉപകരണങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിലെ ഒരു ഉപകരണത്തെ നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒരു മുൾക്കൊളുത്ത്, അതിൽ മുള്ളുകൾ പോലുള്ള ഒരു ഉപകരണം, താമ്രം കൊണ്ടുണ്ടാക്കിയ ആ ഉപകരണം എന്തിനുപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ യാഗപീഠത്തിൻ്റെ ഉള്ളിൽ, ഈ അഗ്നി കത്തുന്ന ഈ യാഗപീഠത്തിൻ്റെ ഉള്ളിൽ അടുക്കി വച്ചിരിക്കുന്ന യാഗവസ്തുക്കളായ മാംസകഷ്ണങ്ങളുണ്ട്. ആ മാംസകഷ്ണങ്ങളെ നന്നായിട്ട് വേകേണ്ടതിന്, അതായത് ചില ഭാഗങ്ങൾ തീക്കിരയാകാതെ മറഞ്ഞിരിക്കും, അവിടെമെല്ലാം നന്നായിട്ട് ഇതിനെ കുത്തി മറിച്ച് ഓരോ ഭാഗങ്ങളും അതിനെ മറിച്ച് വെച്ചു കൊടുത്ത് അതിനെ നന്നായിട്ട് വെന്ത് തീരേണ്ടതിനാണ്, അതിനെ ദഹിപ്പിക്കേണ്ടതിനാണ് ഈ ഉപകരണത്തിൻ്റെ ഉപയോഗം. പ്രൈസ് ദി ലോർഡ്. ഈ മാംസകഷ്ണങ്ങൾ, അഥവാ യാഗപീഠത്തിലെ വെക്കുന്ന മാംസത്തിൻ്റെ കഷ്ണം, യാഗപീഠത്തിൽ വെക്കുന്ന യാഗമൃഗത്തിൻ്റെ ശരീരഭാഗങ്ങൾ നന്നായി വെന്ത് ചാമ്പലാകാത്ത ഒരു യാഗത്തിലും ദൈവം പ്രസാദിക്കില്ല. അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അപ്പം യാഗപീഠത്തിൽ അടുക്കിയ വസ്തുവാണോ, നീ അതിനെ എന്ത് ചെയ്യണം? യാഗമാക്കി അതിനെ നന്നായിട്ട് എരിഞ്ഞ ചാമ്പലായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, യാഗം കഴിക്കാൻ കൊണ്ടുവരുമ്പോൾ വലിയൊരു കാളയെ കൊണ്ടുവന്നു. കാള വന്നപ്പോൾ എങ്ങനെയാണ് വന്നത്? തലകുലുക്കി കയറിന് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ
അങ്ങോട്ട് പിടിച്ച് ബഹളം ഉണ്ടാക്കി ഒക്കെ വന്ന കാള ഇപ്പോൾ കഴുത്തറ്റ് ചേതനയേറ്റ് കിടക്കുന്ന അതിൻ്റെ മാംസ ശരീരങ്ങളെ ഇപ്പോൾ യാഗപീഠത്തിൽ വെച്ച് നന്നായിട്ട് തിരിച്ചു പോകും, വെന്ത് വെണ്ണീറായി തിരിച്ചു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യാഗം കഴിക്കാൻ കൊണ്ടുവന്ന ആളിന് കൊണ്ടുപോകാനൊന്നുമില്ല. ആ വെണ്ണീർ പോലും പാളയത്തിന് പുറത്താണ് ഇടുന്നത്, അഥവാ ചാരം പോലും പാളയത്തിന് പുറത്താണ് ഇടുന്നത്. പറയാൻ അവൻ വന്നപ്പോൾ അവന് പറയാനൊടിയും വലിയ കാളയും കൊണ്ടാണ് വന്നത്. പ്രൈസല്ലോ, നല്ല ലക്ഷണമൊത്ത കാളയും കൊണ്ടാണ് ഞാൻ വന്നത്, എത്ര രൂപ മുടക്കിയ ഞാൻ കഴിച്ചതെന്നറിയാമോ എന്നൊക്കെ ഇവൻ അഭിമാനിക്കാം. ശരിക്കും പറഞ്ഞ യാഗപീഠത്തിൽ വെന്ത് വെണ്ണീറായി കഴിഞ്ഞപ്പോൾ പിന്നെ അവനൊന്നും പറയാനില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. യാഗപീഠം സമം ആരാധന എന്നാണ്. യാഗത്തിന് ആരാധന കഴിക്കാൻ വരുന്ന ഒരുവൻ ആരാധനയിൽ പ്രൈസ് ദി ലോർഡ് നീ ശരിക്കും യാഗമായി തീർന്നാൽ പിന്നെ നിനക്കൊരാത്മപ്രശംസയ്ക്കും വഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ മാംസകഷ്ണങ്ങൾ. ഈ നേരത്തെ ഞാൻ ഇപ്പോൾ ഒരു ഭാഗത്ത് ഓർമ്മപ്പെടുത്തി. ഈ മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളും, മൃഗത്തിൻ്റെ ആകട്ടെ മനുഷ്യൻ്റെ ആകട്ടെ, ഇതെല്ലാം വസിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജഡത്തിലാണ് വസിക്കുന്നത്, ഇല്ലേ? ഈ ജഡം കത്തിത്തീരാത്ത, ഈ മാംസം കത്തിത്തീരാത്ത ഒറ്റ യാഗത്തിന് ദൈവം പ്രസാദിക്കില്ല. ജഡത്തിൻ്റെ പ്രവൃത്തിയോ അശുദ്ധി, ദുഷ്കാമം, വിടക്ക് കണ്ണ്, കുല, വ്യഭിചാരം, ഇല്ലേ? ഇങ്ങനെ ഒരു ലിസ്റ്റ് വേദപുസ്തകത്തിൽ, കൊരിന്ത്യ ലേഖനത്തിൽ, ഗലാത്യ ലേഖനത്തിൽ, പിന്നെ തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ജഡത്തിൻ്റെ പ്രവൃത്തി ആരാധനയാകുന്ന യാഗപീഠത്തിൽ വെന്തെരിയാത്ത ഒരൊറ്റ യാഗത്തെയും ദൈവം പ്രസാദിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് വരുന്നവൻ ആരാധന കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവൻ വെന്ത് വെണ്ണീറായി തീരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വ്യവസ്ഥ, പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ വ്യവസ്ഥ. ഇത് ചിലത് വെന്ത് വെണ്ണീറാകാതെ, ചിലത് എത്ര വേവിച്ചാലും വെണ്ണീറാകാതിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനെ ദൈവവചനമാകുന്ന മുൾക്കൊളുത്ത് കൊണ്ട് കുത്തി മറിച്ച് വെച്ച് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ മുൾക്കൊളുത്ത് കൊണ്ട് മാംസ കഷ്ണത്തെ കുത്തിമറിക്കും. ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിൽ കുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു മുൾക്കൊളുത്തും കൊണ്ട് വരണ്ട എന്നുള്ളതാണ് എൻ്റെ 25 വർഷത്തെ ശുശ്രൂഷയിൽ ഞാൻ പഠിച്ചൊരു കാര്യം. ദൈവാത്മാവിൽ നമ്മൾ ആശ്രയിച്ച് ശുശ്രൂഷിക്കുമ്പോൾ വേഗാതിരിക്കുന്നതൊക്കെ വെന്ത് ചാമ്പലാകും എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കും. ചിലരെ ആഴ്ചതോറും ചിലരെ കുത്തിമറിക്കാൻ കണക്കാക്കി തന്നെ കുത്താൻ കണക്കാക്കിയുള്ള വചനങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേഗമില്ല, ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് തീരും. മറിച്ച് പരിശുദ്ധാത്മാവിൽ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ആട്ടിൻകൂട്ടത്തിന്, ഈ കൂട്ടായ്മയ്ക്ക് നാളത്തെ യാഗപീഠത്തിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ജനത്തിനാവശ്യമായ ചിലരെ ശുദ്ധീകരിക്കണമേ, ചിലരെ നിർമ്മലീകരിക്കണമേ, ചിലരെ ശക്തീകരിക്കണമേ, ചിലരെ സൗഖ്യമാക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൽ ആ ഒരു കാഴ്ചപ്പാട്, വെറും പ്രാർത്ഥനയല്ല, നമ്മുടെ അന്തരാത്മാവിലെ കാഴ്ചപ്പാടതായിരിക്കണം. ആ കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, നമ്മൾ ശുശ്രൂഷിക്കുന്ന വചനത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. ആ പരിശുദ്ധാത്മാവ് എവിടെ നമുക്കറിയില്ല. ചിലതെല്ലാം ഇരിക്കുന്ന കണ്ട വെന്തിരിക്കുന്ന പോലെ തോന്നും. പിന്നെ വെണ്ണീറാണോ ഒന്നുമില്ലെന്ന് തോന്നും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരിക്കൽ ഒരു അനുഭവം പറഞ്ഞു പോവുക. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വാ തുറന്ന് സംസാരിക്കുന്നില്ല. വാ തുറന്ന് എന്ത് ചെയ്യുന്നില്ല? അയ്യോ, ഞാൻ ഓർത്തു പോയി, വളരെ സൗമ്യനായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ പുറത്ത് വരാൻ വളരെ ബന്ധപ്പാടാ. സത്യം, അത്ര സൗമ്യനായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേറൊരു വിഷയത്തിൽ ഉള്ള ബന്ധത്തിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അന്യൻ്റെ ഒരു വസ്തുവിനെ, അന്യൻ്റെ ഒരു ഭൂമിയെ ഇദ്ദേഹത്തിന് സ്വന്തമാക്കി, ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കണമെന്ന് അദ്ദേഹം ശഠിക്കുന്നു. അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ തൽക്കാലം കൈകാര്യം ചെയ്യാൻ കൊടുത്ത ഭൂമിയെ ഇദ്ദേഹത്തിന് എന്ത് വേണം? അദ്ദേഹം എഴുതി കൊടുക്കണം. അപ്പോൾ ഈ നമ്മൾ കാണിക്കുന്ന, നമ്മൾ ബാഹ്യമായിട്ട് കണ്ട ആള് എങ്ങനെയുള്ള ആളാണ്? മൊത്തം ബന്ധം ഇനി ഒന്നുമില്ല, വെറും ചാരമേ ഉള്ളൂ. പക്ഷേ അകത്തിരിക്കുന്ന ഇരിപ്പ് നിങ്ങൾ മനസ്സിലാക്കിയോ? അന്യൻ്റെ ഭൂമിയിൽ നിനക്ക് കൈവശം വെച്ചേക്കാനും തൽക്കാലം നിനക്ക് അവിടെ താമസിക്കാനും കൊടുത്ത ഭൂമിയെ, ഇത് അന്യൻ്റെ കാര്യമല്ല ഞാനീ പറഞ്ഞത്, യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നവൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. കാര്യത്തോടെടുത്തപ്പം പറയുക, ഞാനിവിടെ ഇറങ്ങിത്തരിയില്ല, എനിക്ക് നീ ഇത് എഴുതി തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ബാഹ്യമായിട്ട് നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നവൻ, അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷിക്കുന്ന സ്ഥാനത്ത്
ഉള്ളൊരു മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ വെണ്ണീറായി ദൈവത്തിന് പ്രസാദമായ യാഗമായി തീരുന്നവനാണോ ഇല്ലയോ നമുക്കറിയില്ല. ചിലത് പൊതിഞ്ഞിരിക്കും. പക്ഷെ അവിടെ ഇടപെടുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഭാഗ്യബുദ്ധി കൊണ്ട്, നമ്മുടെ മാംസത്തിന്, നമ്മുടെ ജഡത്തിൻ്റെ ബുദ്ധി കൊണ്ട്, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ആഴ്ചയിൽ നമ്മൾ വിധിച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷകളെ തയ്യാറാക്കിയാൽ ശുശ്രൂഷ അമ്പേ പരാജയമായി തീരും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ശുശ്രൂഷിക്കാൻ തയ്യാറായാൽ ചില കത്താതിരിക്കുന്ന പുറം വെന്തിട്ട് അകം വേകാതിരിക്കുന്ന ചിലതിന് പരിശുദ്ധാത്മാവ് വചനമാകുന്ന മുൾക്കൊളുത്ത് കൊണ്ട് കുത്തി അതിനെ ദഹിപ്പിച്ചിടും. പ്രൈസലോ. നമുക്കറിയാമോ, യോശുവ പ്രൈസലോ എരിഹോ പട്ടണം പിടിക്കാൻ പോയി, പട്ടണത്തിൽ പരാജയപ്പെട്ടു പോയി. പ്രൈസലോ. ഇത് പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഒരു വലിയ തോൽവി കണ്ടെത്തുവാൻ യോശുവ പ്രൈസ് ദി ലോർഡ് ആമ പെട്ടകത്തിൻ്റെ മുമ്പാകെ വീണ്, യഹോവയുടെ നിയമപെട്ടകത്തിൻ്റെ മുമ്പാകെ വീണ് കരഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ പരാജയത്തിൻ്റെ കാരണമെന്നത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ പരാജയത്തിൻ്റെ കാരണമെന്തെന്നറിയില്ല, നീ വെളിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞ യോശുവയുടെ ദൈവാത്മാവ് ഇടപെട്ടു. യോശുവ കൃത്യമായിട്ട് കുറ്റവാളിയെ കണ്ടുപിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, കുറ്റവാളിയെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല നമ്മുടെ പുതിയ നിയമസഭയുടെ ഉത്തരവാദിത്വം. നമ്മുടെ യാഗപീഠത്തിൽ, നമ്മുടെ ആരാധനയിൽ നമ്മൾ അറിയാതെ, നമ്മുടെ ഭാഗ്യബുദ്ധി പ്രവർത്തിക്കാതെ, നമ്മുടെ മാംസത്തിൻ്റെ ബുദ്ധി പ്രവർത്തിക്കാതെ തന്നെ നമ്മുടെ ശുശ്രൂഷയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണം. അതാണ് മുൾക്കൊളുത്ത്, അതാണ് യാഗപീഠം. അവിടെയാണ് ചില മാംസങ്ങൾ വേകാതിരിക്കുന്ന പലതും വെണ്ണീറായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വെണ്ണീറായിത്തീരുന്ന യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. യാഗമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാധന എന്നാണ്. അങ്ങനെ പ്രസാദിക്കുന്ന ഒരു ആരാധന നമുക്ക് ദൈവപ്രസാദം ഉണ്ടായാൽ നമുക്കതിലൂടെ അനുഗ്രഹമുണ്ട്. 50-ാം സങ്കീർത്തനം 5-ാം വാക്യം ഒന്ന് വായിച്ച്. 50-ാം സങ്കീർത്തനം 5-ാം വാക്യം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. അപ്പോൾ യാഗം കഴിച്ച് ഒരുവൻ്റെ യാഗം സമ്പൂർണ്ണമായി തീർന്നാൽ, ഒരുവൻ്റെ ആരാധന നിർമ്മലമാണെങ്കിൽ, ആ ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങിയാൽ, ഒരു സഭയിൽ ഇറങ്ങിയാൽ, ഒരു കൂട്ടായ്മ ഇറങ്ങിയാൽ, ഒരു കുടുംബത്തിനകത്ത് ഇറങ്ങിയാൽ, അവിടെ ആ യാഗം പ്രൈസ് ദൈവത്തോടുള്ള ഉടമ്പടിയായിട്ട് മാറുകയാണ്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. അപ്പോൾ യാഗം കഴിക്കും നമ്മുടെ ആരാധന ദൈവം പ്രസാദിച്ചാൽ എങ്ങനെ അറിയാം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചാൽ, എന്നിൽ ദൈവം പ്രസാദിച്ചാൽ, എനിക്ക് ദൈവപ്രസാദം ഉണ്ടായാൽ എങ്ങനെ അറിയാം? എൻ്റെ അകത്ത്, ഞാൻ പറയാം, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൽ, ആ ആരാധനയിൽ പരിശുദ്ധാത്മാവിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദവും സന്തോഷം നമ്മുടെ അകത്തുണ്ടാകും. അതാണ് എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ള അത് നമ്മൾ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. ആരാധനയിൽ പ്രസാദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പലരും ആരാധനയിൽ പ്രസാദിക്കാതെ, പലരും ആരാധനയ്ക്ക് പോയിട്ട് ആരാധനയിൽ പ്രസാദിക്കാതെ തിരിച്ചു വരുന്നത്. പ്രീസ്, നിന്റെ മുഖം പാടിയിരിക്കുന്നത് എന്ത്? ദൈവം ചോദ്യതാണ്. പ്രീസ്, കയ്യിനെ നിന്റെ മുഖം പാടിയിരിക്കുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്നിൽ പ്രസാദം ഉണ്ടാകില്ലയോ? അപ്പം നിന്റെ അകത്ത് തിന്മയാണ് വസിക്കുന്നതെങ്കിൽ നിനക്കൊരു ആരാധനയ്ക്കകത്ത് എന്തില്ല? നീ കൂട്ടായ്മ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നിൻ്റെ അകത്ത് ദൈവം പ്രസാദം ഉണ്ടാകുന്നില്ല. അപ്പം നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നന്മ ചെയ്യുന്ന ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. തിന്മയായത് നമ്മളിൽ നിന്ന് നീക്കിക്കളയുമ്പോൾ, അതാണ് പറഞ്ഞത്, നമ്മുടെ അകത്താണ് ഈ പാപങ്ങളെല്ലാം വസിക്കുന്നത്. തിന്മയായത് നമ്മൾ നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തെ സേവിക്കുമ്പോൾ നന്മയായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കും. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമ്മുടെ ജഡത്തെ കത്തിച്ച് കളയാൻ സാധ്യമല്ല. പ്രീസൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാലല്ലാതെ നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ ഒന്നും കത്തിച്ച് കളയുവാൻ സാധ്യമല്ല. പ്രീസൽ. അപ്പോൾ മുൾക്കൊളുത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, കത്താത്തതിനെ കുത്തി മറിച്ച് വെച്ച് എന്ത് ചെയ്യുക? യഥാവിധി അതിനെ ചാമ്പലാക്കേണ്ടതിനാണ് മുൾക്കൊളുത്തിൻ്റെ ഉപയോഗം. പ്രീസലോ. വീണ്ടും നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ, പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാൽ അവിടെ വീണ്ടും ഒരു ഇത് കാണുന്നു. ഈ പ്രീസലോ, ഈ യാഗപീഠത്തിൻ്റെ ഉള്ളിൽ ഒരു താമ്രജാലമുണ്ട്, താമ്ര അരിപ്പയുണ്ട്. ഒന്ന് വായിക്കാമോ? മതി.
താമ്രജാലം ഇതിൻ്റെ അകത്ത് ഈ യാഗപീഠത്തിൻ്റെ താഴ്ഭാഗത്ത് വെക്കേണ്ടതിന് ഒരരിപ്പ പ്രീശലോ ഒരു വലപ്പണിയായി ചെയ്തിരിക്കുന്ന ഒരു അരിപ്പയുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിലെ വിറകിൻ്റെയും മാംസത്തിൻ്റെയും ചാരക്കഷ്ണങ്ങൾ, ചാരത്തിൻ്റെ കൂമ്പാരങ്ങൾ ഈ മാംസത്തിനോട് ചേർന്ന് നിന്നാൽ നന്നായിട്ട് ജ്വലിക്കുകയില്ല. അതുകൊണ്ട് ഇതിനകത്തെ കീടങ്ങളെല്ലാം താഴെ യാഗപീഠത്തിൻ്റെ താഴേക്ക് പതിച്ചിട്ടത് നന്നായി കത്താനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താമ്രജാലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? അടിയിലിരിക്കുന്ന വസ്തു നന്നായിട്ട് കത്തും. അതിൻ്റെ ചാരം താഴേക്ക് പോവുകയും ഈ യാഗവസ്തു നന്നായിട്ട് കത്തുകയും ചെയ്യും. നമ്മുടെ അനുദിന ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ആരാധനയിൽ കീടങ്ങളായിരിക്കുന്ന പലതും നമ്മളിൽ കെട്ടിക്കിടന്നാൽ എന്ത് ചെയ്യില്ല? അത് നന്നായിട്ട് ജ്വലിക്കുകയില്ല, നന്നായിട്ട് കത്തുകയില്ല, നന്നായിട്ട് യാഗമായി തീരില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, നന്നായി കത്തി ജ്വലിക്കേണ്ടതിന് അടിയിൽ അതിൻ്റെ വേസ്റ്റ് എല്ലാം പോയിട്ട് നിർമ്മലമായിക്കൊണ്ടേയിരിക്കണം. പ്രൈസ്. ഒരാരാധനയിൽ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരുവളുടെ ഒരു സഭയുടെ നടുവിലിറങ്ങി പരിശുദ്ധാത്മാവിൽ ഒരു ആരാധന നമ്മൾ ആരാധന കഴിഞ്ഞാൽ നമ്മൾ നിർമ്മലമാകും. പ്രൈസ്. നമ്മളിലിരിക്കുന്ന സകല കീടങ്ങളും സകല അശുദ്ധങ്ങളും മാലിന്യങ്ങളും നമ്മളിൽ നിന്ന് പോയതായിട്ട് നമുക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് കഴിയും. പ്രൈസ്. അതുകൊണ്ട് ആരാധന അതെ അലക്ഷ്യമായി എണ്ണാതെ ആരാധനയ്ക്കായി നമ്മളെ തന്നെ എന്ത് ചെയ്യും? സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് പ്രൈസ് ഈ യാഗപീഠത്തിൽ മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യത്തിൽ 6-7 വാക്യം ഒന്ന് വായിക്കാം. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യം. 1-ാം അധ്യായം 6-7 വാക്യം. 1-ാം അധ്യായം 6-7 വാക്യം. മലാഖി. ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ അവിടെ നാമം തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്റെ മേൽ മലിനയാഗം അർപ്പിക്കുന്നു. അതിനാൽ തന്നെ എന്ന് പറഞ്ഞ യാഗപീഠത്തിൽ നമ്മുടെ ആരാധനയിൽ മാലിന്യങ്ങൾ ഉണ്ടാകരുത്. പ്രൈസ്. ആരാധനയിൽ കസവിഷയം ഉണ്ടാകരുത്. നീ ദൈവത്തെ ആരാധിക്കാൻ വരുന്നവരാണെങ്കിൽ പ്രൈസ് ദൈവത്തെ മാത്രം സേവിക്കുക. ചിലർ ദൈവത്തെ സേവിക്കാൻ വരുന്നവർ ആരാധനയുടെ നടുവിൽ അലക്ഷ്യമുണ്ടാക്കുക, ആരാധന നടുവിൽ കസവിഷയം ഉണ്ടാക്കുക, ആരാധന നടുവിൽ അലങ്കോലം ഉണ്ടാക്കുന്ന ചിലരുണ്ട്. അതിൻ്റെ പേരാണ് മലിനയാഗം. പ്രൈസ്. മലിനയാഗം അർപ്പിക്കുന്നവർ അല്ല ദൈവം വിളിച്ച്. എൻ്റെ യാഗപീഠത്തിന്മേൽ നീ എന്തർപ്പിക്കരുത്? മലിനഭോജനം അർപ്പിക്കരുത്, മലിനയാഗം നീ അർപ്പിക്കരുത്. ദൈവത്തിന് പ്രസാദമുള്ള യാഗം നീ അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാരെ യാഗപീഠത്തിൽ മലിനയാഗം അർപ്പിക്കരുത്. യാഗപീഠത്തിൽ പ്രൈസ് എന്നും ചിലരെ കുത്താനും വെട്ടാനും വേണ്ടി മാത്രം എഴുന്നേറ്റ് നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാഗപീഠത്തിൽ നമ്മൾ ശുശ്രൂഷിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നമ്മൾ ആരെയും കുത്താനും മനഃപൂർവ്വമായിട്ട് ആരെയും കുത്താനും വെട്ടാനും ഒന്നും നിൽക്കണ്ട. പരിശുദ്ധാത്മാവിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് യാഗപീഠത്തിൽ ശുശ്രൂഷിപ്പാൻ എഴുന്നേറ്റ് നിന്നാൽ നമ്മളല്ല ശുശ്രൂഷിക്കുന്നത്, പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. ഇല്ല, നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് കൊണ്ട് പലരെ അറിയാം. പ്രൈസ് ദി ലോർഡ്. തിങ്കൾ മുതൽ വ്യാഴം വരെയോ വെള്ളി വരെയോ വീട് വിസിറ്റിങ്ങിന് പോയി അവിടെ നിന്ന് കിട്ടുന്ന മലിനതകളെല്ലാം കൊണ്ടുവന്ന് ഞായറാഴ്ച പ്രസംഗപീഠത്തിൽ തട്ടുന്ന ശുശ്രൂഷകന്മാരെ അറിയാം. നിങ്ങൾക്ക് ഒരു പക്ഷേ അത് വിഷമം ഈ പദങ്ങൾ കേൾക്കുമ്പോൾ ശുശ്രൂഷക്കാരായ പല പ്രിയപ്പെട്ടവർക്കും എന്നോട് കോപമോ ക്രോധമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ വിസിറ്റിങ്ങിന് പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് കേൾക്കുന്നത്, അടുത്ത വീട്ടിൽ നിന്ന് കേൾക്കുന്നത്, ഒരു വിശ്വാസിപ്പറ്റി മറ്റു കൂട്ടുവിശ്വാസി പറഞ്ഞത്, അവിടെ നിന്നുള്ളത് ഇവിടെ നിന്നുള്ളത്, ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്നും അറിയില്ല. യാഥാർത്ഥ്യം നിങ്ങളുടെ കണ്ണിന് കാണുകയോ നിങ്ങളുടെ ചെവിയിൽ കേൾക്കുകയോ ചെയ്യാത്ത എവിടെന്നോ പരന്നു വന്ന സന്ദേശങ്ങൾ, ആരുടെയോ ചിന്തകളിൽ നിന്ന് വന്നത്, ആരുടെയോ ദുർവാർത്തകളായിട്ട് വന്നത്, അവയെല്ലാം പ്രസംഗപീഠത്തിൽ പൊതുസഭയിൽ തട്ടാനുള്ളതല്ല. യാഗപീഠത്തിൽ അത് മലിനയാഗമാണ്. നിനക്ക് പറയാനുള്ളത് കണ്ടതും കേട്ടതും കാഴ്ച വസ്തുവിൻ്റെ കാര്യമല്ല. യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് നീ സംസാരിക്കണം. യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചത് നീ അറിയണം. പ്രീസർ. ക്രിസ്തുവിൽ നിന്ന് നീ ഒരാഴ്ച വട്ടം പ്രസംഗിച്ചറിയണം. പ്രീസർ. ഹല്ലേലൂയ. ഒരിക്കലും ശുശ്രൂഷകൻ പ്രീസർ ഒരു മാസക്കാലം പ്രീസലോ ഒരു ബാധ അഴിച്ചു, ബാധ ഒഴിപ്പിച്ചു.
ഈ ഒരു മാസക്കാലം അദ്ദേഹം ഈ ഒരു മാസക്കാലം പിശാചിനോട് കൂടെ ആയിരുന്നു. ഈ ഒരു മാസക്കാലവും ആമന് ഒരു മാസം കൊണ്ടാണ് ഈ പിശാചിനെ ഒഴിപ്പിച്ചത്. നിങ്ങൾ ഓർക്കണം, ഈ ബാധ ഒഴിഞ്ഞു വന്നപ്പോൾ ഈ ശുശ്രൂഷകൻ പിശാച് എന്തൊക്കെ പറഞ്ഞോ, പിശാച് പറഞ്ഞ മുഴുവൻ ഭോഷ്കും അത് അതേപടി കേട്ടിട്ട് ആ ശുശ്രൂഷയിൽ എന്ത് ചെയ്തു? ആ ശുശ്രൂഷയിൽ അതെല്ലാം അവതരിപ്പിച്ചു. പിശാച് ഇങ്ങനെ പറഞ്ഞു, അതെല്ലാം വിശ്വസിച്ചിട്ട് പറഞ്ഞു. പിശാച് ഇങ്ങനെയാണ് പറഞ്ഞത്, പിശാച് അങ്ങനെയാണ് പറഞ്ഞത്, പിശാച് പ്രൈസ് ദി ലോർഡ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു മാസക്കാലവും ഈ ശുശ്രൂഷകൻ ആരോടുകൂടെ ആയിരുന്നു? പിശാചിനോടുകൂടെ ആയിരുന്നു. നീ അതുകൊണ്ട് പിശാച് പറഞ്ഞത് മുഴുവൻ ഇയാൾ വിശ്വസിച്ചു. അവസാനം പറഞ്ഞ് പിശാച് പോകുന്ന സമയത്ത് ജനൽ പിടിച്ച് അടിച്ചിട്ട് പോയി. ജനൽ പിടിച്ച് അടിച്ചിട്ട് പോയി. പിശാച് അത് പറഞ്ഞിട്ട് പോയി. പിശാച് ഇന്ന ശുശ്രൂഷന്മാരെ പറ്റി ഇതെല്ലാം പറയും. അപ്പം ചുരുക്കം പറഞ്ഞാൽ നീ വെളിച്ചപ്പാട് കേട്ടിട്ടാണ് ശുശ്രൂഷിച്ചത്. ഒരു മാസം വെളിച്ചപ്പാട് കേട്ടു. പ്രൈസ്. ഇന്ന് പകലിൽ പറയട്ടെ, ചിലർക്കെങ്കിലും കോപമോ ക്രോധമോ ഈർഷ്യമോ ഒക്കെ എന്നോട് തോന്നാം. ഇന്ന് പറയട്ടെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആമേൻ പ്രൈസ് ദി ലോർഡ് പിശാച് പറഞ്ഞത് കേട്ടിട്ട് വന്ന് പറയാനുള്ളതല്ല. ദൈവത്തോട് കൂടെ ഇരുന്നിട്ട് ദൈവം നിങ്ങളോട് അരുളി ചെയ്തത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, ദൈവത്തിൽ ഇന്ന് നടക്കുന്നത്, ഇനി വരുവാനുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, അതാണ് ദൈവജനത്തിനും ദൈവസഭയ്ക്കും കൊടുക്കേണ്ടത്. അല്ലാതെ പിശാച് പറഞ്ഞ മലിനയാങ്ങൾ അവൻ ഭോഷ്കിൻ്റെ അപ്പനുമാകുന്നു. ആ ശുശ്രൂഷയ്ക്കകത്തൊരു അലങ്കോലം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. കേട്ട് സഹി കെട്ട ഒരു മനുഷ്യൻ ചോദിച്ചു, ഞങ്ങൾ പിശാച് പറഞ്ഞത് വിശ്വസിക്കണമോ യേശു പറഞ്ഞത് വിശ്വസിക്കണമോ? അപ്പം മലിനയാഗം അർപ്പിക്കരുത്. മലിനയാഗം നമ്മുടെ യാഗപീഠത്തിൽ അർപ്പിക്കരുത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രൈസ് ദി ലോർഡ് ഈ മലിനതകളെല്ലാം ഇതിനകത്ത് നിന്ന് പോകണം. പ്രൈസ് എനിക്ക് നിങ്ങൾ എന്നെ വെറുപ്പിക്കുന്നു, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിൽ എന്ത് ചെയ്യുന്നു? മലിനയാഗം അർപ്പിക്കുന്നു. പ്രൈസ് പകൽക്കാലം ഓർപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗം കൂടെ പറഞ്ഞു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യാഗപീഠത്തിൽ നമുക്ക് മറ്റൊരു ഭാഗം കൂടെ ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളൂടെ വായിച്ചേ. പിന്നെ മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ട ഹോമയാഗത്തിന്റെ പ്രമാണം, ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ്സ് വരെ യാഗപീഠത്തിന്റെ മേലുള്ള വിറകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. നോക്കണം, ഇവിടെ ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്കിതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്, ഒരു അർത്ഥതലത്തിലേക്ക് വരാം. ഈ യാഗപീഠം ക്രിസ്തുവാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് താമരം ക്രിസ്തുവാണ്. ഈ യാഗപീഠത്തിനകത്തുള്ള ഖദിരമരം ക്രിസ്തുവാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പെടുത്തട്ടെ, ഈ യാഗപീഠം നമ്മളാണ്. ഈ യാഗപീഠം ആരാണ്? നമ്മളാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പം എവിടെ നിന്നാണ് ഈ യാഗാർപ്പണം ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ്? യാഗപീഠത്തിൽ നിന്നാണ്. യാഗപീഠത്തിൽ നിന്നാണ് യാഗാർപ്പണം ഉണ്ടാകുന്നത്. യാഗം കത്തിജ്വലിക്കുന്നത് യാഗപീഠത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ആത്മീക തലം, നമ്മൾ യാഗപീഠമാണ് ദൈവത്തിന്. നമ്മളിൽ നിന്നാണ് ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗം ഉയരേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ യാഗപീഠത്തിലെത്തി യാഗപീഠത്തിലെത്തി കെട്ടുപോകരുത്. പഴയ നിയമത്തിലെ കാര്യമായി പറയുന്നത്. പുതിയ നിയമത്തിലും അത് തന്നെയാണ്. ഞാനും നിങ്ങളുമാകുന്ന യാഗപീഠത്തിലെത്തി എന്ത് ചെയ്യരുത്? കെട്ടുപോകരുത്. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗത്തെയും മേധസ്സും ദഹിപ്പിച്ചു. അപ്പോൾ യഹോവയുടെ നോക്കണം, ഈ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് സമാഗമന കൂടാരം നിവർത്തി അന്ന് ആ സമാഗമന കൂടാരം പ്രതിഷ്ഠിക്കുന്ന അന്നേ ദിവസം യാഗപീഠത്തിൽ അവർക്ക് കത്തിക്കേണ്ട, ആലയവുമായിട്ടുള്ള ബന്ധത്തിൽ ധൂപപീഠത്തിൽ ഇടേണ്ട തീ, നിലവിളിക്കൽ കത്തിക്കേണ്ട തീ, യാഗപീഠത്തിൽ കത്തിക്കേണ്ട തീ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ തീ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന തീയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരിക്കലായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീയെ ജീവിതത്തിൽ ഈ കൂടാരം ഉള്ളിടത്തോളം കാലം ആ യാഗപീഠത്തിലെ തീ എന്ത് ചെയ്യണം? കെട്ടുപോകാതെ സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ യാഗപീഠത്തിലെ തീയെ കെട്ടുപോകാതെ സൂക്ഷിക്കാൻ കൂടാരം മാറ്റി യാഗപീഠം അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കൂടാരം മാറ്റി യാഗപീഠം അടിക്കുന്ന സമയത്ത് യാഗപീഠത്തിലെ തീ പ്രത്യേകം പാത്രങ്ങളിൽ അത് ശേഖരിച്ച് ഈ തീയാണ് അവിടെ കൊണ്ടുപോയി വീണ്ടും എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കപ്പെടുന്നത്. ഓരോ പ്രാവശ്യവും പുതിയ തീ ഉണ്ടാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല.
ഓരോ പ്രാവശ്യവും പ്രൈസ് ദി ലോർഡ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അങ്ങനെ വേണ്ടി വന്നാൽ ദൈവം ചെയ്യും. ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആമൻ ആലയത്തിന് സമാഗമന കൂടാരം പ്രതിഷ്ഠിക്കുന്ന ദിവസത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീയെ കെടാതെ സൂക്ഷിച്ചോളണം. നീ രാവും പകലും സൂക്ഷിച്ചോളണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലായി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ആമൻ ഞാൻ നിങ്ങളുമാകുന്ന യാഗപീഠത്തിൽ ഒരിക്കലായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആമൻ ആ സ്വർഗീയ അഗ്നിയെ നമ്മുടെ മരണം വരെ അത് കെട്ടുപോകാതെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു സന്ദേശം പറയാം. ഈ കൂടാരം സ്ഥാപിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്നതുപോലെ പ്രൈസ് ദി ലോർഡ് ഇത് ഏത് സഭയുടെ സ്ഥാപനമാണ്? പഴയ നിയമത്തിലെ ന്യായപ്രമാണ സഭയുടെ സ്ഥാപനമാണ് സമാഗമന കൂടാരത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അങ്ങനെങ്കിൽ പുതിയ നിയമസഭയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, പുതിയ നിയമസഭയുടെ സ്ഥാപനം എന്ന് പറയുന്നത് 120 പേർ കൂടിയിരുന്ന മാളിക മുറിയിലാണ് ദൈവത്തിൻ്റെ പുതിയ നിയമസഭയുടെ സ്ഥാപനം, അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ പ്രതിഷ്ഠ നടന്നത്. അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെയാണ് തീ ഇറങ്ങി വന്നത്. 120 പേർ കൂടിയിരുന്ന സ്ഥലത്ത് വേദപുസ്തകം നമ്മൾ വായിക്കുന്നത് ആകാശത്ത് ഒരു വലിയ മുഴക്കമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്ന് ആമന് വലിയ പെരുങ്കാറ്റുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. മതി, നിർത്താം. ഇവിടെ വായിക്കുന്നത് അവൻ പഴയ നിയമസഭയുടെ സ്ഥാപനത്തിങ്കൽ പ്രതിഷ്ഠയിങ്കൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി വന്നതുപോലെ പുതിയ നിയമസഭയുടെ സ്ഥാപനത്തിങ്കൽ അതിൻ്റെ പ്രതിഷ്ഠയുടെ അന്നേ ദിവസം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന തീ, അത് പകരപ്പെട്ട തീയാണ്. പ്രൈസ് ദി ലോർഡ്. ആ തീയാണ് 1-ാം നൂറ്റാണ്ട് 120 പേർ ഇടയിൽ ഇറങ്ങി വന്ന അതേ തീയാണ് ഈ 2024 പകർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പുതിയ തീ ഇറക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് പകർന്ന ആത്മാവിൻ്റെ ആത്മപകർച്ച ഇന്നും അത് തടസ്സം കൂടാതെ ആഗ്രഹിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ഈ അഗ്നിയുടെ വ്യാപാരം ഇന്നും പകർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അഗ്നി എന്ത് ചെയ്യരുത്? പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ യാഗപീഠത്തിലുള്ള തീ എന്ത് ചെയ്യാൻ പാടില്ല? കെട്ടടങ്ങാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനെ അണച്ചു വെക്കാൻ പാടില്ല. പുതിയ നിയമസഭയ്ക്ക് ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ യാഗപീഠമാണെങ്കിൽ നമ്മളിലുള്ള അഗ്നിയെ കെടുത്തിക്കളയരുത്. ഒന്ന് വായിച്ച് 1 തെസ്സലോനിക്കർ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. 1 തെസ്സലോനിക്കർ 5:19. ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ കെടുത്തിക്കളയരുത്. കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നശിപ്പിക്കുക അല്ലെങ്കിൽ അണയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. കെടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളയുക, ജോലയെ അണച്ചു കളയുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിനെ എന്ത് ചെയ്യരുത്? കെടുത്തിക്കളയരുത്. അപ്പോൾ നമ്മൾ പ്രാപിച്ച അഗ്നി, ആ ജോലയെ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ, നമ്മുടെ അകത്ത് നൽകിയിരിക്കുന്ന അഗ്നിയെ നമ്മൾ കെടുത്തിക്കളയരുത്. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, 2 തിമോത്തിയോസ് 1:6 പറഞ്ഞു, എൻ്റെ മകനെ തിമോത്തിയോസെ, നിന്നാൽ ഒന്ന് വായിക്കാമോ? എൻ്റെ കൈവയ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ കൈവയ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കൃപാവരങ്ങളെല്ലാം തന്നെ ജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത്, ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നീ എന്ത് ചെയ്യരുത്? അതിനെ നശിപ്പിച്ച് കളയരുത്, അതിനെ കെടുത്തിക്കളയരുത്. നിൻ്റെ അകത്തുള്ള ഒരു തീ കഷ്ണത്തെ നീ വീണ്ടും ഒരു ചെറിയ കഷ്ണത്തെ അതിനെ വലിയ അഗ്നിയാക്കി തീർക്കുന്നത് പോലെ അതിനെ ജ്വലിപ്പിക്കണം എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാപിച്ച ദൈവകൃപ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ആണ് ഇത് കാണിക്കുന്നത്. നമ്മൾ ഒരിക്കലും കെടുത്തിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. ആ ജീവനാന്ത ദൈവം നമുക്ക് ജീവൻ തന്നിരിക്കുന്ന കാലം അത്രയും ഈ ആത്മാവിൽ നമ്മൾ ഒരിക്കലായിട്ട് പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലാണ് കൂടെ ആത്മാവ് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ഒരിക്കലായിട്ടാണ് അഭിഷേകം. ആ അഭിഷേകത്തെ നഷ്ടപ്പെടുത്താതെ
സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതിന് ആമേൻ എബേസ് ലേഖനം 5-ാം അധ്യായം, എബേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18ഉം 19ഉം വാക്യങ്ങളോടെ വായിച്ച് അതിനെ പൂരിപ്പിക്കാം. ആ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്തും കൊണ്ടിരിപ്പൻ. പ്രൈസ്. അപ്പോൾ ഒരു ദൈവനെ സംബന്ധിച്ചോളം ഈ തീ കെട്ടുപോകാതിരിക്കാനുള്ള ഒരു റൂട്ട്, ഒരു തിയറി അവിടെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പ്രൈസലോ ആത്മാവ് നിറഞ്ഞവരായിട്ട് എന്ത് ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരായിട്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും കർത്താവിന് പാടണം. പ്രൈസലോ ഹല്ലേലൂയ. ആത്മീക ഗീതങ്ങൾ ആത്മീകർ എഴുതിയത് ആത്മീയ ഗീതങ്ങളാണ്. നമ്മൾ ഗീതങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ആത്മീയ ഗീതങ്ങളാൽ, ഭക്തിഗാനങ്ങൾ, ഭക്തിയുള്ളവൻ എഴുതിയത് ഭക്തിഗാനങ്ങളാണ്. ആത്മീയത ഉള്ളവൻ എഴുതിയത് ആത്മീയതയും ഉള്ളവൻ എഴുതുന്നത് ആത്മീയ ഗീതങ്ങളാണ്. അതുകൊണ്ട് കാലം കഴിഞ്ഞു വരുന്തോറും പല ഗീതങ്ങളും പല ഗാനങ്ങളും ആത്മീയവുമല്ല, ഭക്തിഗാനങ്ങളുമല്ല, ആത്മീയ ഗാനങ്ങളും അല്ലാത്ത നിലകൾ ഒരു അവിയൽ പരുവത്തിനങ്ങ് പോവുകയാണ്. അതുകൊണ്ട് ഓർപ്പിക്കാം, എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്തുകൊണ്ട് എന്നുള്ളതിന് മറുപടിയുണ്ട്. ഒരു ആത്മീയനിൽ നിന്ന് ആത്മീയ ഗീതങ്ങൾ ഉരുവാകുകയുള്ളൂ. ഒരു ഭക്തനിൽ നിന്ന് മാത്രമേ ഭക്തിഗാനങ്ങൾ ഉരുവാകുകയുള്ളൂ. അപ്പോൾ ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു. ഗാനങ്ങൾ എഴുതുന്നവർ ഭക്തന്മാരല്ലാത്തത് കൊണ്ട് ഭക്തിഗാനമല്ലാതെ പോകുന്നു. ഗാനങ്ങൾ എഴുതുന്നവർ ആത്മീയരല്ലാത്തത് കൊണ്ട് ആത്മീയ അനുഭവങ്ങൾ അവർക്കില്ലാത്തത് കൊണ്ടും അത് അവരെഴുതുന്നത് പലതും ആത്മീയ ഗീതങ്ങളല്ലാതെ പോകുന്നു. അതുകൊണ്ട് ആത്മീക ഗീതങ്ങളാൽ, ഭക്തിഗാനങ്ങളാൽ ദൈവത്തിന് പാടിയാൽ ഭക്തി ഉരുവാകും. ആത്മീയ ഗീതം ഉരുവാകിയ ആത്മീയത ഉരുവാകും. ഇത് രണ്ടും കെട്ടത് നമ്മൾ പാടിയാൽ അത് പാടാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ ആത്മാവിനെ കെടുത്തിക്കളയാതിരിക്കേണ്ടതിന് ആത്മീയ ഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും കർത്താവിന് പാടിയും കർത്താവിന് സ്തോത്രം ചെയ്തും കൊണ്ടിരിപ്പൻ. അപ്പോൾ ഈ യാഗപീഠത്തിലെത്തി കെട്ടുപോകാൻ പാടില്ല എന്ന് തിരുവെഴുത്ത് നമുക്ക് ആഹ്വാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു 2 കാര്യങ്ങളെ കൂടെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം കൂടെ വായിച്ചു. മലാഖി 1:10. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ ഈ യാഗപീഠത്തിൽ വെറുതെ തീ കത്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ചിലർ വെറുതെ കത്തിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിൽ വലിയ തീ ഇരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, എന്തോ ഒന്ന് ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കത്തിക്കുന്ന ആളുകളുണ്ട് യാഗപീഠത്തിൽ. അത് വെറുതെ കത്തിക്കുന്നതാണെന്ന് വിവേചിക്കാൻ കഴിവുള്ളവർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. വെറുതെ കത്തിക്കരുത്. വെറുതെ ചുമ്മാ. ഇന്ന് കാണുന്ന പല യോഗങ്ങളിലും ഈ വെറുതെ കത്തിക്കലാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് വെറുതെ കത്തിക്കുന്ന പരിപാടി നിർത്തിക്കളയണമെന്ന് തമ്പുരാൻ നേരത്തെ ആഹ്വാനം. ഈ വെറുതെ കത്തിക്കൽ ഉണ്ടാകും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് വല്ലതും ഉണ്ടെങ്കിൽ കത്തിക്കണം. തീ ഉണ്ടെങ്കിൽ കത്തിക്കണം. തീ ഉണ്ടെങ്കിൽ കത്തിക്കോളും. തീ ഉണ്ടെങ്കിൽ കത്തിക്കണം. തീ ഇല്ലാത്തവർ തീ ഉണ്ടാക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. അതിനെ ജ്വലിപ്പിച്ച് കത്തിച്ചോണം. ഇല്ലാതെ വെറുതെ യാഗപീഠത്തിൽ തീ കത്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം 10:1-2 വാക്യം. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യം കൂടെ വായിച്ച് തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധി കൊണ്ടുവന്നു. അതുകൊണ്ട് അതിൻ്റെ ചരിത്രങ്ങൾ ബാക്കി നമ്മൾ വായിച്ചാൽ അവിടെ വലിയ ദൈവ കോപം ജ്വലിച്ചു, ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളിലാകട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ അന്യാഗ്നി കത്തിക്കരുത്. ദൈവമായിട്ട് ബന്ധമില്ലാത്ത വേറെന്തെങ്കിലുമൊക്കെ അഗ്നികളെ എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൊണ്ടുവന്ന് സ്വയാഗ്നി, അന്യാഗ്നി, ഇങ്ങനെ പലതരത്തിലുള്ള അഗ്നികളുണ്ട്. അതൊന്നും കത്തിക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടും പ്രാർത്ഥനയോടും അനുതാപത്തോടും നമ്മുടെ കുറവുകളെ കേട്ട് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഉയരത്തിലെ അഗ്നി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതില്ലാതെ, അത് കിട്ടാതെ വരുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ഉള്ള അന്യാഗ്നികൾ കൊണ്ടുവന്ന് കത്തിച്ചാൽ അത് അപകടമാണ്. ആ കൂട്ടായ്മയ്ക്ക് അപകടമാണ്. എല്ലാറ്റിലുപരി അത് കത്തിക്കുന്ന വ്യക്തിക്ക് അപകടകരമാണ്. അതുകൊണ്ട് ഈ യാഗപീഠത്തിൽ, ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ ഒരു അന്യാഗ്നിയും കത്തിക്കാൻ പാടില്ല. ആ യാഗപീഠത്തിൽ തീ കത്താതെ രാവും പകലും അതിൽ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. തൽക്കാലം വീണ്ടെടുക്കപ്പെട്ട യാഗപീഠമാകുന്ന വിശ്വാസികളെ, ശുശ്രൂഷകന്മാരെ,
പ്രൈസ് ദി ലോർഡ്. നാം ആകുന്ന യാഗപീഠത്തിൽ യഹോവയുടെ അഗ്നി രാവും പകലും എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടേയിരിക്കണം. ഈ സന്ദേശം നിങ്ങളെ രൂപാന്തരം വരുത്തിയെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. ഒരു പുതിയ ചിന്തയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടിയതെങ്കിൽ, ഒരു പുതിയ മണ്ഡലത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ നയിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെയാണ് യാഗപീഠം. ആ യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെങ്കിൽ ആ യാഗപീഠമായി ഇരിക്കുന്ന നമ്മളിൽ നിന്ന് ഈ അഗ്നി, നാം പ്രാപിച്ച അഗ്നി കെട്ടുപോകാതെ, നമ്മളിൽ ആ അഗ്നി ഉണ്ടോ എന്ന് നമ്മളെ ആത്മപരിശോധന ചെയ്ത് ദൈവത്തിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. ഇനിയൊരു ചിന്തയുമായി കടന്നു വരും വരെയും ഈ ദൈവവചന ചിന്ത നിങ്ങളുടെ നടപ്പിലും നിങ്ങളുടെ കിടപ്പിലും നിങ്ങളുടെ യാത്രകളിലും ഈ ദൈവവചനം നിങ്ങളുടെ അകത്ത് മുഴങ്ങട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ, ധ്യാനിക്കപ്പെടട്ടെ. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ രൂപമായി, നിങ്ങളെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നടത്തുമെന്നുള്ളതിൽ സംശയമില്ല. അതിനായിട്ട് കാത്തിരിക്കാം. നമ്മൾ യാഗപീഠമെന്നുള്ള സബ്ജക്റ്റ് നമ്മൾ ചുരുക്കമായിട്ട് ആണെങ്കിലും നമ്മളതിൻ്റെ അതിപ്രധാനമായ സംഗതികളെക്കുറിച്ച് ചിന്തിച്ചു. ഇനി താമ്രത്തൊട്ടി എന്നുള്ള വിഷയം ദൈവം അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് കൃപ നൽകും. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ തിരുവെഴുത്തുകൾ നമ്മൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ കേട്ട തിരുവെഴുത്തുകൾ മുഖാന്തരം ഞങ്ങളുടെ ആമേൻ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവാത്മാവ് ഇടപെടണം. യാഗപീഠങ്ങളെ കർത്താവെ ആത്മപരിശോധന ചെയ്ത് ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ച അഗ്നി കെട്ടുപോകാതെ തന്നെ സൂക്ഷിപ്പാൻ കൃപയറളയണം. അവിടുത്തെ കൃപയുടെ ചിറകളെ ഞങ്ങളെ മറച്ചു കൊള്ളണം. വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.